റിട്ടെൻഷൻ. ആ പ്രൊഡക്റ്റോ സർവീസിനോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അത് വാങ്ങിപ്പിക്കണം, സെയിൽ ക്ലോസ് ചെയ്യിപ്പിക്കണം, വീണ്ടും വീണ്ടും കസ്റ്റമറെ കൊണ്ട് നമ്മൾ വാങ്ങിപ്പിക്കണം. അതാണ് റിട്ടെൻഷൻ. മൂന്നാമത്തേതാണ് ഒപ്റ്റിമൈസേഷൻ. മൂന്നാമത്തെ കടം, അതായത് ഓരോ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ആ മില്ലിനിയർ ബിസിനസ് സൈക്കിൾ എന്നതിലേക്ക് എത്തുന്നത്. അങ്ങനെ മൂന്നാമത്തേതാണ് ഒപ്റ്റിമൈസേഷൻ. നമ്മൾ വേറൊരു എക്സ്പാൻഷനോ അല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ചോ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഉള്ള പ്രൊഡക്റ്റോ സർവീസിനോ മാക്സിമം അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ നോക്കണം. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എത്രത്തോളം അതിനകത്ത് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമോ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. നാലാമത്തേതാണ്, അങ്ങനെ പ്രൊഡക്റ്റോ സർവീസ് നമുക്ക് അട്രാക്റ്റ് ചെയ്തു, റിട്ടൻഷൻ വീണ്ടും അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചു, ആ പ്രൊഡക്റ്റിനെ നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്തു? ഒപ്റ്റിമൈസേഷൻ ചെയ്തതിന് ശേഷമാണ് നാലാമത്തെ കാര്യം, അതാണ് സിസ്റ്റമൈസേഷൻ. ഒരു സിസ്റ്റം കൊണ്ടുവരണം. ഒരേപോലത്തെ അതായത് നമ്മുടെ കസ്റ്റമറെ കൺവേർട്ട് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് വിൽക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു മോഡൽ ഉണ്ടാവും. അതിനൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സിസ്റ്റം കൊണ്ടുവരണം.